പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇപ്പം പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തുന്നു. എന്നാൽ കലയുടെ ഈറ്റില്ലം, സർഗ്ഗധനന്മാരെ ഉണ്ടാക്കുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾക്ക് ഖ്യാതി കേട്ട വള്ളത്തോൾ ഉണ്ടാക്കിയ കലാമണ്ഡലത്തിൻ്റെ വാതിലിലേക്കൊന്ന് ചെന്നാൽ നമ്മളൊന്ന് മൂക്കത്ത് വിരൽ വയ്ക്കും. കവാടത്തിന് മുന്നിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കിടക്കുക. ചാലി കീറി അതൊന്ന് ഒഴിവാക്കി അവിടെ ഇത്തിരി വൃത്തിയായിട്ടിടാൻ കലാമണ്ഡലത്തിന് ആളില്ല എന്നാണ് വള്ളത്തോൾ നഗർ സന്ദർശിച്ച ഒരു സുഹൃത്ത് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചെന്നൊരു ദൃശ്യം എന്നെ ബോധ്യപ്പെടുത്തുന്നത്. ആദ്യമായി കലാമണ്ഡലത്തിലെത്തിയ വിദ്യാർത്ഥിയും രക്ഷിതാവും അകത്ത് കയറാൻ പെട്ട പാടാണ് അവരുടെ ചർച്ചാ വിഷയം. എന്തായാലും നിങ്ങളും ഇന്ന് കാണൂ. കലാമണ്ഡലക്കാർ ഇതുകൊണ്ടെങ്കിലും കാര്യങ്ങൾ മാറ്റിമറിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിവിടെ പുതുതായി കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്ന ദിവസമാണ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാർ ശമ്പളം പറ്റുന്ന ആളുകളുണ്ട്. മഴയത്ര കനത്തു പെയ്തൊന്നുമില്ല, എന്നിട്ടും ഇതാണ് അവസ്ഥ. കവാടത്തിന് മുന്നിൽ വെള്ളക്കെട്ട്. വെള്ളത്തിൽ ചവിട്ടാതെ ഉള്ളിൽ കടക്കാൻ പലരും ഗേറ്റിൽ തൂങ്ങി. ഒരു മൺവെട്ടിയുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചാല് കീറിക്കൊടുത്താൽ വെള്ളമൊഴുകിപ്പോയിക്കോളും. പക്ഷേ അതിനാരെങ്കിലും വേണ്ടേ? കാവൽക്കാരനോട് പറഞ്ഞപ്പോൾ അത് തൻ്റെ ജോലിയല്ലെന്ന് മറുപടി. എങ്കിലൊരു മൺവെട്ടി തരൂ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ജോലിയല്ലെന്നായി. പിന്നെ 2 കല്ലെടുത്ത് വെള്ളത്തിലിട്ട് അതിൽ ചവിട്ടിയാണ് പൊതുപ്രവർത്തകനായ ഉണ്ണികൃഷ്ണനും തൻ്റെ മകനും ആദ്യമായി കലാമണ്ഡലത്തിനുള്ളിൽ കാലുകുത്തിയത്. ഒരു കൽപ്പിത സർവകലാശാലയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അംഗനവാടികളുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ എത്രയോ ഫലപ്രദമായി കുട്ടികൾ കടന്നു വന്നു. പ്രവേശനോത്സവം വരുമ്പോൾ നല്ല നിലയിൽ ചിട്ടപ്പെടുത്തി അതെല്ലാം ചെയ്യുന്നു. ഇതുപോലൊരു വലിയ സാംസ്കാരിക തലസ്ഥാനത്ത്, ഇതുപോലെ വലിയ കേന്ദ്രത്തിൽ ഇത്രയും ഒരു വലിയ കാര്യം നടക്കുമ്പോൾ അതിന് വേണ്ട ഒരു മുന്നൊരുക്കം നടത്തിയില്ല എന്നുള്ളത് വളരെ കഷ്ടമായി പോയെന്നുള്ളതാണ്. മഴ തോർന്നപ്പോൾ വെള്ളമിറങ്ങിയെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ആരും എത്തിയില്ല. 24 തൃശൂർ. ഓക്കെ, താങ്ക് യു.